അണ്ണാ തുടരും മൂവി കണ്ട വിഷയമാണ്. ഞാൻ കണ്ടു. ഞാൻ പറയാൻ വരുമായിരുന്നു. ഗൈസ് ഇന്ന് പോയി തുടരും കണ്ട്. സത്യം പറയാലോ, ബീയിങ് എ ലാലേട്ടൻ ഫാൻ, പുള്ളിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു റോള് കുറച്ച് കാലം, അതായത് ദൃശ്യത്തിനൊക്കെ ശേഷം പുള്ളിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു റോള് ഒരാൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഞാൻ ഇന്നാണ് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്തത്. നമ്മളൊക്കെ ആലോചിക്കുന്ന ലാലേട്ടൻ, മറ്റേ മനസ്സിൽ ആഗ്രഹിക്കുന്ന ലാലേട്ടനില്ലേ, മുണ്ടെടുത്ത് കുറിയൊക്കെ തൊട്ട് ഷർട്ടൊക്കെ ഇട്ട് വരുന്ന ലാലേട്ടനില്ലേ, ആ ലാലേട്ടനെ ഞാൻ ഇന്ന് സ്ക്രീനിൽ കണ്ട്. എൻ്റെ പൊന്നോ, എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ സന്തോഷവും സങ്കടവും എല്ലാം വന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അത് മാത്രമല്ല, ജേക്സ് ബി ജോയിവരോട് BGM ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള സാധനമായിരുന്നു. അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടർക്ക് പോയി വോയിസ് മെസ്സേജ് ഒക്കെ അയക്കണം. ഞാൻ തരുൺ മൂർത്തിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടൊക്കെ എടുത്ത് ഞാൻ പുള്ളിക്ക് താങ്ക് യു സോ മച്ച് ഒക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സത്യം പറയല, എമ്പുരാനോട് തുടരും ബ്രോ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. എനിക്ക് ലാലേട്ടൻ ഫാൻ എന്നുള്ള രീതിയിൽ പുള്ളിയെ കളിയാക്കൽ മാറ്റിയിട്ട് നല്ല രീതിയിൽ ആൾക്കാരെ ട്രീറ്റ് ചെയ്യണ ഒരു സാധനം ഞാൻ ഇന്നാണ് കാണുന്നത്. നോ സ്പോയിലേഴ്സ് പ്ലീസ്. ഞാൻ സ്പോയിലറൊന്നും പറയാറില്ല ബ്രോ. ഞാൻ ഒരു മൂവിയുടെ റിവ്യൂവിൽ ഞാൻ സ്പോയിലേഴ്സ് പറയത്തില്ല. നിങ്ങളെപ്പോലെ തന്നെ കൊടുക്കുന്ന പൈസയ്ക്ക് അത് എൻജോയ് ചെയ്യാൻ പോകണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ഒരിക്കലും ഒരു സ്പോയിലർ പറയൂല. സോങ്സ് അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് എനിക്ക് പറയാനുള്ളൊരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറേ നാൾക്ക് ശേഷം നല്ലൊരു വില്ലനെയും കാണാൻ പറ്റി. പുള്ളി ആ റോൾ എന്ത് കിടിലമായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കണല്ലേ. എൻ്റെ അമ്മോ, എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ മറ്റേ ചിരിച്ചുകൊണ്ട് പറയണ പോലീസുകാരുണ്ടല്ലോ, അതേപോലത്തെ ഒരു സാധനം അടിപൊളിയായിട്ട് പുള്ളി ഇതാക്കി വെച്ചിട്ടുണ്ട്. മോർ ദാൻ പറയാം, കുറേ നാൾക്ക് ശേഷം പുതിയതായിട്ട് വന്നൊരു കിടിലം വില്ലൻ എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു വില്ലനും കൂടെ ആയിരുന്നു തുടരുമില്ല. സോ നല്ല ഫിലിമാണ് ഗൈസ്. നിങ്ങൾ വേറെ ആരും റിവ്യൂ ഒന്നും പറയണത് കേട്ടോണ്ടിരിക്കണ്ട. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ പടവും കൂടെയാണ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയാം. നിങ്ങൾക്ക് അച്ഛനും അമ്മയും ആരുടെയൊക്കെ കൂടെ വേണേലും ധൈര്യത്തോടെ പോയി ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫിലിമും കൂടെയാണ്. ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ്. കിടിലം ഫിലിമാണ്. സത്യം പറയാമല്ലോ, നമുക്ക് കുറേ നല്ല കുറച്ച് ഇതൊക്കെ എന്താ പറയുക, നല്ല കുറേ ഇമോഷൻസും നല്ല കുറേ കാര്യങ്ങളും എല്ലാം ഉണ്ട്, മാസും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണും. നല്ല പടമാണ്.